എല്ലാവർക്കും നമസ്കാരം കൂട്ടുകാരെ. 2-3 ദിവസങ്ങളായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു മലയാളത്തിൻ്റെ പ്രിയ നടൻ ലാലേട്ടന് ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് കിട്ടി എന്ന്. അപ്പോഴെല്ലാവരും സന്തോഷത്തിലാണ്, അഭിനന്ദനങ്ങൾ കൊണ്ട് മാധ്യമങ്ങൾ നിറയുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളുമായിട്ട് ഈ ദാദാസാഹേബ് ഫാൽക്കെ അവാർഡിനെ കുറിച്ച് സംസാരിക്കാം. അതെന്താണ്, എങ്ങനെയാണ് ഇന്ത്യയിൽ തുടങ്ങിയത് എന്നുള്ളത്. എന്താണ് ഈ ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ്, എങ്ങനെയാണ് ഇന്ത്യയിൽ ആരംഭിച്ചത്? ഈ ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് എന്ന് പറഞ്ഞത് സിനിമയുടെ ഒരു സ്വപ്നമാണ്, ഭാരതീയ സിനിമയുടെ ആത്മാവിൻ്റെ സ്വപ്നം. ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ്, ഈ പേര് പറഞ്ഞാൽ മനസ്സിൽ തെളിയുന്ന ഒരു ചരിത്രം, ഒരു പാരമ്പര്യം, ഒരു അനന്തമായ പ്രചോദനം. ഇത് വെറും ഒരു അവാർഡല്ല, ഇത് സിനിമയുടെ ഹൃദയത്തിലെ സ്വർണ്ണക്കമലം, ഭാരതത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ തിളക്കമുള്ള പ്രതീകം. ഇനി നമുക്ക് തുടങ്ങാം. ഈ അവാർഡ് എങ്ങനെയാണ് തുടങ്ങിയത്? ഈ അവാർഡ് ഉത്ഭവിക്കുന്നത് 1969 ഭാരത സർക്കാർ ഇത് തുടങ്ങുന്നത്. ഭാരതീയ സിനിമയുടെ പിതാവായി അറിയപ്പെടുന്ന ദാദാസാഹേബ് ഫാൽക്കെയെ ആദരിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇത് തുടങ്ങിയത്. 1913 രാജാ ഹരിചന്ദ്ര എന്ന ആദ്യത്തെ പൂർണ്ണ ദൈർഘ്യമുള്ള ഭാരതീയ ഫീച്ചർ ഫിലിം സംവിധാനം ചെയ്ത അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇന്ത്യ ഗവൺമെൻറ് ഇത് തുടങ്ങിയത്. ഈ അവാർഡ് സിനിമയുടെ വളർച്ചയ്ക്കും വികാസത്തിനുമായുള്ള ഏറ്റവും ഉന്നതമായ ബഹുമതിയായി മാറി. ആദ്യം ലഭിക്കുന്നത് 1969 ദേവിക റാണിക്കായിരുന്നു. അത് കഴിഞ്ഞ് ഓരോ വർഷവും 2023 വരെയുള്ളത് കൊടുത്തിരിക്കുന്നു. 2004 അടൂർ ഗോപാലകൃഷ്ണന് കിട്ടി. 2023 നമ്മുടെ മലയാളത്തിൻ്റെ അഹങ്കാരമായ ലാലേട്ടന് ലഭിച്ചു. ഇത് കൊടുക്കുന്നത് ഓരോ വർഷവും ഈ അവാർഡ് സിനിമയുടെ മഹാത്മാക്കളെ തിരിച്ചറിഞ്ഞ് അവരുടെ സംഭാവനകളെ വിലയിരുത്തിയാണ് ഇത് നിർണ്ണയിക്കുന്നത്. ചരിത്രത്തിൻ്റെ പുസ്തകത്തിൽ ഈ അവാർഡ് ഒരു നദിയെ പോലെയാണ്. 1969 മുതൽ 2023 വരെ 55 മഹത്തായ സംഭാവനകൾക്ക് ഇത് ബഹുമതി നൽകിയിട്ടുണ്ട്. ഇതിൽ പൃഥ്വിരാജ് കപൂർ, സത്യജിത് റേ, ലത മങ്കേഷ്കർ, ദിലീപ് കുമാർ, രജനീകാന്ത്, അമിതാഭ് ബച്ചൻ, എങ്ങനെ നീളുന്നു ഈ പട്ടിക. 2022 മിഥുൻ ചക്രവർത്തിക്ക് ലഭിച്ചു. 2023 നമ്മുടെ അഭിമാനം, മലയാളത്തിൻ്റെ അഭിമാനമായ മോഹൻലാലിന് ലഭിച്ചു. മലയാള സിനിമയുടെ അഭിമാനമായ അദ്ദേഹം ഈ ബഹുമതി സ്വീകരിക്കാൻ തയ്യാറെടുക്കുന്നു. 71ാം നാഷണൽ ഫിലിം അവാർഡ് ചടങ്ങിൽ 2025 സെപ്റ്റംബർ 23 ഇത് അദ്ദേഹം ഏറ്റുവാങ്ങും. ഈ അവാർഡിൻ്റെ മൂല്യം എന്താണ്? അത് വെറും സ്വർണമല്ല, അതൊരു സ്വർണ്ണ കമലം, ഒരു ഷോൾ, 10 ലക്ഷം രൂപയുടെ സ്വർണ്ണ കിരീടം പോലുള്ള പുരസ്കാരം. പക്ഷേ അതിനപ്പുറം ഇതൊരു ആത്മീയ ബഹുമതിയാണ്. സിനിമയിലൂടെ ഭാരതത്തിൻ്റെ സാംസ്കാരികതയെ ലോകത്തിന് അറിയിക്കുന്നവരുടെ അംഗീകാരം. ഇന്ത്യൻ സിനിമയുടെ വൈവിധ്യം, ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം, ബംഗാളി, ഇങ്ങനെ എല്ലാ ഭാഷകളിലും ഇത് നൽകപ്പെടുന്നു. ഒരു ഐക്യത്തിൻ്റെ സന്ദേശം നൽകുന്നു. പ്രിയരെ, ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് നമ്മെ പഠിപ്പിക്കുന്നത് സിനിമയുടെ ശക്തിയാണ്. അത് സ്വപ്നങ്ങൾ സൃഷ്ടിക്കുന്നു, കഥകൾ പറയുന്നു, ജീവിതങ്ങൾ മാറ്റുന്നു. 55 വർഷങ്ങളിലൂടെ ഇത് നമ്മുടെ സിനിമയെ ഉയർത്തി ഭാവിയിലേക്ക് നയിക്കുന്നു. മോഹൻലാലിനെ പോലുള്ള മഹാത്മാക്കളെ ബഹുമാനിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, സിനിമ ഒരു കഥയല്ല, അതൊരു ജീവിതമാണ്. ഈ അവാർഡിൻ്റെ തിളക്കം നമ്മുടെ ഹൃദയങ്ങളിൽ എന്നും നിലനിൽക്കട്ടെ. ഇതിനോടൊപ്പം എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും ലാലേട്ടനെ അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്, ജയ് ഭാരതീയ സിനിമ. താങ്ക് യു.